ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കൊലപ്പെടുത്തി 5 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ത്യയുടെ അനുശോചനം. ദില്ലിയിലെ ഇറാൻ എംബസിയിലെത്തി അനുശോചന പുസ്തകത്തിൽ ഇന്ത്യയുടെ സന്ദേശം കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി എഴുതി. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हम संघर्ष की शीघ्र समाप्ति और शांति के हर प्रयास का समर्थन करते रहेंगे कि बढ़ते हुए ग्लोबल चैलेंजेस के समाधान के लिए ग्लोबल इंस्टीट्यूशंस का रिफॉर्म आवश्यक ही नहीं, अर्जेंट भी है. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ സേനയ്ക്കൊപ്പം സംയുക്ത നാവിക പരിശീലനം പൂർത്തിയാക്കി മടങ്ങിയ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക ആക്രമിച്ച സംഭവം വലിയ വിവാദമായി തുടരുകയാണ്. ഇന്ത്യയുടെ അതിഥിയായിരുന്ന കപ്പൽ അമേരിക്ക ആക്രമിച്ചിട്ടും ഇന്ത്യ മൗനം പാലിച്ചെന്നാണ് കോൺഗ്രസ് ആരോപണം. ഫെബ്രുവരി 16 മുതൽ 25 വരെ നടന്ന സംയുക്ത നാവിക പരിശീലനത്തിൽ പങ്കെടുത്തു മടങ്ങിയ കപ്പൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് പുറത്താണ് ആക്രമിക്കപ്പെട്ടത്. അതിനാൽ ഇന്ത്യക്ക് ഉത്തരവാദിത്തമില്ലെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. റിപ്പോർട്ടർ, ദില്ലി.